ഹലോ. അപ്പോൾ ഇന്ന് സൺഡേ ആയിട്ട് വീണ്ടും നമ്മളൊരു ചെറിയ ട്രിപ്പിന് ഇറങ്ങിയിരിക്കുകയാണ്. പക്ഷേ ഇന്ന് നമ്മളെ കൂടെ എപ്പോഴുള്ളവരൊന്നുമില്ല. ആയിഷയും ഷംജു ഒന്നുമില്ല. ഇന്ന് എൻ്റെ അനിയനും പിന്നെ എൻ്റെ ഉമ്മ വാപ്പ അങ്ങനെ നമ്മൾ ഫാമിലി ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ എവിടെയാണ് പോകുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. തൊട്ടടുത്താണ്, നമ്മൾ ട്രിവാൻഡ്രത്ത് തന്നെ. 1 ഡേ ട്രിപ്പല്ലേ, പോയി രാത്രി വരും. അപ്പോൾ ദാ ഇലേനതാ ഷീറ്റെല്ലാം വാരി എടുത്തോണ്ട്. ഇവളെ ഈ കിറ്റി ഇല്ലാതെ നടക്കൂല കേട്ടാ. ഇവളുടെ ഭയങ്കര ഫ്രണ്ടാണ്. ഇല്ലു വാ, ഇങ്ങോട്ട് വാ. ഇതാ നോക്ക്, കിറ്റിയെ കൊണ്ടുപോകണോ? കിറ്റിയെ കൊണ്ടുപോകണോ? നോ, കിറ്റിയെ കൊണ്ടുപോകണ്ടെന്ന് കേട്ടോ, സ്നേഹമില്ല. അപ്പോൾ ഇതാ മോന് റെഡിയായി നിൽക്കുവാണ്. ഹായ് അതു, നിങ്ങൾ എൻ്റെ വീടിൻ്റെ അവസ്ഥ ഉണ്ടോ? കണ്ടോ, എല്ലായിടത്തും വരെയും കുറിയും. കൊച്ചുകുട്ടികളുള്ള വീടൊക്കെ ആകുമ്പോൾ അങ്ങനെയല്ലേ നമ്മൾ ഇനി പറയുമ്പോൾ അവർക്ക് ഈ ഒരു സാഹചര്യത്തിൽ മാത്രമേ അവർക്ക് വരയ്ക്കാൻ പറ്റൂ. കുറച്ച് കാലം കൂടെ കഴിഞ്ഞാൽ പിന്നെ അവർ വരയ്ക്കുകയൊന്നുമില്ല. ഇതൊന്ന് പെയിൻ്റ് അടിച്ചാൽ മാറുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ അവരുടെ ആ ഒരു ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ നമ്മൾ എന്തിനാണ് വേണ്ടെന്ന് വയ്ക്കുന്നത്. അതുകൊണ്ട് ഞാനിങ്ങനെ വരയ്ക്കുമ്പോൾ അങ്ങനെ വിലക്കാറില്ല. നമ്മൾ പെയിൻ്റൊക്കെ അടിച്ച് കഴിയുമ്പോൾ പറയാം, മക്കളെ ഇനി വരയ്ക്കാൻ പാടില്ല. അവർ വരച്ചില്ലേ, ഈ വീട്ടിലിനി വരയ്ക്കാൻ സ്ഥലമില്ല. എൻ്റെ മോന് സ്ഥലമില്ലാത്തതാണ് നമ്മൾ മുകളിലൊക്കെ കയറി വരയ്ക്കുന്നത്. കാണിച്ചു തരാം. മുകളിലൊക്കെ കയറി വരയ്ക്കുന്നത് ഒരു ബ്യൂട്ടിഫുൾ ആക്കി വെച്ചിട്ടുണ്ടല്ലേ. ഞാൻ എൻ്റെ വീട്ടിൽ വരുന്ന എല്ലാവരും എന്നെ വഴക്ക് പറയും, മക്കളെ ഇതിനൊന്നും അനുവദിക്കരുത്, വിലക്കണം, എല്ലാവരും പറയും. പക്ഷേ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. പാവം, അവർക്കിപ്പോഴല്ലേ ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഞങ്ങൾ റെഡിയായി നിൽക്കുവാണ്. ഇനി വീട്ടിൽ പോകണം. നിങ്ങൾക്കറിയാമല്ലോ ഇവിടെ പണി നടക്കുന്നതാണ്. നമ്മുടെ വണ്ടിയൊന്നും ഇവിടെ അല്ല ഇട്ടിരിക്കുന്നത്. എൻ്റെ ഉമ്മ മുകളിൽ താമസിക്കുന്ന വീട്ടിലാണ്. അപ്പോൾ അവിടെ പോയിട്ട് വണ്ടി എടുക്കാം. ഓക്കെ, വീട്ടിൽ പോയിട്ട് കാണാം. ബൈ ബൈ. ഹലോ. അപ്പോൾ എൻ്റെ അനിയൻ വന്നു. അവൻ ആദൂനെ എടുക്കാൻ വേണ്ടി വന്നതാണ്. അവൻ ആദൂനെയും കൂടെ വിളിച്ചുകൊണ്ട് അങ്ങ് മുകളിൽ പോകും. അപ്പോൾ അവൻ കുറച്ച് ദിവസം കൂടെ കാണുള്ളൂ ഇവിടെ. കുറച്ച് നാട്ടിൽ ലീവില് 15-ാം തീയതി പോകണം. നീ എന്ന് പോവും? നിമ്മു ആദ്യമാണെങ്കിൽ ഇവൻ വന്നതിന് ശേഷം പിന്നെ നമ്മുടെ അടുത്തൊന്നും വലിയ സ്നേഹമില്ല. കാരണം ഇപ്പോൾ പോകുമ്പം അവനെയും കൂടെ കൊണ്ടുപോകുമെന്നും പറഞ്ഞാണ് ഇരിക്കുന്നത്. അതുകൊണ്ടുള്ളൊരു ഷോപ്പിങ്ങാണ്. മീൻ അവിയലിൻ്റെ ഫോമിലാണ്. നിമ്മുവിന് അത് വേണോ ഇത് വേണോ എന്നൊക്കെ സോപ്പിട്ട് നിൽക്കുവാണ് അവൻ്റെ കൂടെ തന്നെ. അപ്പോൾ ഇനി നമ്മൾ വീട്ടിൽ പോയിട്ട് കാണാം. ഇക്കു റെഡിയാവുന്നതേ ഉള്ളൂ. കഴിഞ്ഞു, ഇപ്പം പോയി ഇറങ്ങും. അതുകൊണ്ട് എനിക്കൊരുക്കമില്ല, എൻ്റെ ഇക്കുവിനാണ് ഒരുക്കം. സ്പ്രേ അടിക്കണ വലിയ ഒരുക്കൊന്നും. സ്പ്രേ അടിച്ചത്. അങ്ങനെ ഞാൻ വീട്ടിലെത്തിയിരിക്കുന്നതാണ്. അതാ ഇക്കുത അവിടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കണം, കണ്ടോ. പിന്നെ ഞങ്ങൾ വെള്ളത്തിൽ കുളിക്കാൻ വേണ്ടി പോകുന്ന പറഞ്ഞുകൊണ്ട് അയിമു ഒക്കെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി റെഡിയായി. ഇതാ ഇവരൊക്കെ വരുന്നുണ്ട് കേട്ടാ. ഇതാ എൻ്റെ വാപ്പ. ഹായ് പാപ്പാ. ഹായ് പറഞ്ഞോ. ബായ്. എല്ലാവരും വരുന്നുണ്ട്. ഉമ്മാകത്തണ്ടേ. അപ്പൊ നമ്മൾ ഇറങ്ങി കേട്ടോ. ബും 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 ബും. അങ്ങനെ ഞങ്ങളിതാ ഇറങ്ങി. ഇപ്പോൾ പൂജപ്പുര ആയതേ ഉള്ളൂ. ഞങ്ങൾ സത്യം പറഞ്ഞാൽ തെന്മല പോകാമെന്നുള്ളൊരു പ്ലാനിലാണ് ഇറങ്ങിയത്. പക്ഷേ എന്താണെന്നറിയില്ല, അവിടെ വെച്ച് പ്ലാൻ മാറ്റി കുറ്റാലമാക്കി. അതായിരുന്നു ഞങ്ങൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. അപ്പോൾ പോകുന്ന വഴിക്ക് ഞങ്ങൾ ഒരിടത്ത് ഇറങ്ങി ഫുഡ് കഴിക്കാൻ വേണ്ടിയാണ്. 2 മണിയൊക്കെ ആയപ്പോൾ ഒരു ഹോട്ടലിൽ കയറി നമ്മളെന്താ മന്തി വാങ്ങിക്കാമെന്ന് വെച്ചു. അപ്പോൾ മന്തി അത്യാവശ്യം കുഴപ്പമില്ല. എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ കഴിഞ്ഞൊരു ഫുൾ മന്തി വാങ്ങിച്ചു. എല്ലാവരും കൂടെ നമ്മൾ കഴിച്ചിട്ട് ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി. അപ്പോൾ ഇത് തെന്മല പോകുന്ന വഴിയാണ്. അപ്പം എന്തോ പേരെന്തോ ചെങ്കോട്ട റോഡോ അങ്ങനെ എന്തോ സംഭവമാണ്. അപ്പോൾ നമ്മൾ എന്നിട്ട് പ്ലാൻ മാറ്റി കുറ്റാലത്ത് പോകാൻ വേണ്ടി തീരുമാനിച്ചു. സത്യം അതൊരു വലിയൊരു മണ്ടത്തരം പ്ലാനായിരുന്നു കേട്ടോ. തെന്മല പോയിരുന്നെങ്കിൽ അവിടെയെങ്കിലും പോയെന്നുണ്ടായിരുന്നു. കുറ്റാലത്ത് പോയ കഥകളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ വീഡിയോക്കകത്തുണ്ടല്ലോ. വളരെ ശോകമൂകമായ അവസ്ഥയായിരുന്നു. എന്തായാലും സത്യം പറഞ്ഞാൽ ഒരു ദിവസം ഫുള്ള് നമ്മൾ യാത്ര അങ്ങോട്ടും ചെയ്തു ഇങ്ങോട്ടും ചെയ്തു തീർത്തു എന്ന് പറയാം. നിങ്ങൾക്ക് വീഡിയോ ബാക്കി നിങ്ങൾക്ക് കാണാമല്ലോ. അങ്ങനെ കുറ്റാലം റോഡിലോട്ട് കയറി.
അപ്പോൾ എനിക്ക് റോഡിലോട്ട് കയറിയപ്പോൾ തന്നെ എനിക്ക് ഒരു സംശയം മനസ്സിൽ ഉദിച്ചു, ഈ ട്രിപ്പ് ഫ്ലോപ്പ് ആവാൻ സാധ്യതയുണ്ട്. അങ്ങനെ ചില ട്രിപ്പുകൾ എനിക്ക് പോകുമ്പോൾ തോന്നും ഇത് അലമ്പാവും, ഇത് കൊള്ളൂലായിരിക്കും, അവിടെ ഒരു മണ്ണാങ്കട്ടയും കാണൂല എന്നുള്ളൊരവസ്ഥയാകും. പിന്നെ അങ്ങോട്ട് പോയപ്പോൾ ഈ വെയിലും ചൂടൊക്കെ എനിക്ക് ആദ്യമേ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു, ഈ വെള്ളച്ചാട്ടമൊക്കെ ഉള്ളിടത്ത് ഈ വെള്ളമൊന്നും കാണില്ല, ഈ ചൂടത്ത് എവിടെ വെള്ളം കിട്ടാനാണ്. എന്നാലും ഉണ്ടെങ്കിലോ എന്നും പറഞ്ഞാണ് എടുത്തുകൊണ്ട് പോയത്. പക്ഷേ അത് വളരെ വളരെ കറക്റ്റായിരുന്നു. അങ്ങനെ കുറ്റാല എത്തിയിരിക്കുകയാണ് ഗായ്സ്. ഈ നിമിഷത്തിൽ എനിക്ക് ഓർമ്മ വരുന്ന മറ്റേ പാട്ടാണ്, എന്ത് വിധി ഇത്, കൊല്ലാത്ത ചതീത്. കണ്ടോ, പറ്റി വരണ്ട്, ഒരു തുള്ളി വെള്ളം പോലില്ല, ഒരു തുള്ളി വെള്ളം. എന്നാലും വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് പോയിട്ടുണ്ട്. അവിടെ ഒരു തുള്ളി ഒന്നുമില്ല. ലാസ്റ്റ് എന്താ, ഇവിടെ വന്നിട്ട് കുറച്ച് ടോയ്സ് വാങ്ങിച്ചു പിള്ളേർക്ക്, അത് തന്നെ കാര്യം. പിന്നെ അതുവിനിപ്പോൾ ഇതൊക്കെയാണല്ലോ സന്തോഷം, അവർക്ക് ഈ ടോയ്സ് കണ്ടപ്പോൾ പിന്നെ അത് മതി. ടോയ്സൊക്കെ ഭയങ്കര വില കൂടുതലാണ്. സത്യം ഇത്രയും വില കൊടുത്ത് ഈ പൊട്ട ടോയ്സ് എന്ന് വെച്ചാൽ ഒരു ക്വാളിറ്റി ഇല്ലാത്ത ടോയ്സ് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. പിന്നെ പിള്ളേർ കരയുകയും ഒക്കെ ചെയ്തുകൊണ്ട് പിന്നെ ഇത്രയും ദൂരം അവർ കഷ്ടപ്പെട്ട് നമ്മളോട് സഹകരിച്ച് വന്നതല്ലേ, അപ്പോൾ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണ്ടേ. അങ്ങനെ ഒരു ഇതിൽ വാങ്ങിച്ചു കൊടുത്തതേ ഉള്ളൂ. പിന്നെ ഇവിടെ മറ്റേ പൈസ ചോദിച്ചുകൊണ്ട് വരുന്ന അമ്മച്ചിമാരുണ്ടല്ലോ, അയ്യോ അത് വല്ലാത്തൊരു പൊല്ലാപ്പാണ് കേട്ടോ. ഒരു 10-20 എണ്ണമൊക്കെയാണ് ഒരുമിച്ച് വരുന്നത്. തരുമോ എന്നും ചോദിച്ചുകൊണ്ട് നമ്മൾ എത്ര രൂപ കൊടുത്താലും അവർ വീണ്ടും വരും. പിന്നെ എനിക്ക് വൃത്തിയായിട്ട് തോന്നിയത് ഈ സ്പ്രിങ് പൊട്ടറ്റോസാണ്. ഇത് സൂപ്പറായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇത് അവർ അപ്പോഴും തന്നെ ഫ്രഷായിട്ട് ഞങ്ങൾക്ക് പൊരിച്ച് തരുന്നതാണ്, പറയുമ്പോൾ തന്നെ പൊരിച്ച് തരുന്നതാണ്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇവരൊക്കെ മാങ്ങയും അതൊക്കെ വാങ്ങിച്ച് കഴിച്ചു. ഞാൻ ഈ സ്പ്രിങ് പൊട്ടറ്റോ ആണ് വാങ്ങിച്ച് കഴിച്ചത്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ അവിടെ ഉണ്ടായിരുന്നെന്ന് വെച്ചാൽ ഈ കാടമുട്ട ഉണ്ടല്ലോ, കാടമുട്ട ഫ്രൈസാണ്. അത് കൊള്ളായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതും ലൈവായിട്ടാണ് അവർ പൊട്ടിച്ച് അത് ഒരു ലോലിപോപ്പ് പോലെ ആക്കി തരുന്നുണ്ട്. ഒരു ലോലിപോപ്പിൻ്റെ അകത്ത് 5 മുട്ട കാണും. അത് 50 രൂപ എന്തോ ആയിട്ടുള്ളൂ. അപ്പം ഒരു ലോലിപോപ്പ് ഇങ്ങനെ ഒരു സ്റ്റിക്ക് വെച്ചിട്ട് അതിൻ്റെ പുറത്ത് കുറച്ച് ഓയിൽ തടവിയിട്ട് പിന്നെ മുട്ട ഇങ്ങനെ ഒഴിക്കും. മുട്ട ഒഴിച്ചിട്ട് അത് തിരിച്ച് മറിച്ചു വിട്ട് ഫ്രൈ ചെയ്തെടുക്കും. പെപ്പറും സോൾട്ടൊക്കെ ആഡ് ചെയ്ത് തരും. പക്ഷെ അത് കൊള്ളായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതും കൊള്ളായിരുന്നു, നല്ല സൂപ്പറായിരുന്നു. അതും എനിക്കിഷ്ടപ്പെട്ടു. കുഴപ്പമില്ല.